ഓക്കെ, APA ഫോർമാറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള 6ാമത്തെ വീഡിയോ ആണ് ഇത്. 5 വീഡിയോ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ടേബിൾ തൊട്ടുള്ള കാര്യങ്ങളുടെ ഫോർമാറ്റിനെ കുറിച്ച് പറയാം. ഒരു ടേബിൾ, നമുക്കൊരു മാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലൊരു ടേബിൾ ആഡ് ചെയ്യേണ്ടി വന്നാൽ ആ ടേബിൾ എങ്ങനെ ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ, ഈ ടേബിളിൽ നോക്കിയാൽ കാണാം, നമുക്ക് ഈ ടേബിളിന് റോ ലൈൻസ് ഉണ്ട്, പക്ഷെ കോളം ലൈൻസ് ഇല്ല. എനിക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ലൈനാണ് റോ ലൈൻ എന്ന് പറയും. നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനെ കോളം ലൈൻ എന്ന് പറയും. ഇതിലെവിടെയും കോളം ലൈൻ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ സാധാരണ ഇങ്ങനെ കോളം ലൈൻ കൂടി വന്നാലേ നമുക്ക് ടേബിൾ കണ്ടാൽ സമാധാനമുണ്ട്. പക്ഷേ അത് നമ്മുടെ വിഷനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റീഡബിലിറ്റിയെ ബാധിക്കുന്ന ഒരു എലമെൻ്റായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ലൈൻസ് വരയ്ക്കരുത്, റോ ലൈൻസ് മാത്രം മതി എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ നോക്കാം, ഈ T ക്യാപിറ്റലായിരിക്കണം, ടേബിളിൻ്റെ T ക്യാപിറ്റലായിരിക്കണം. ഇത് സാധാരണ നമ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഡോട്ടുകളൊന്നുമില്ല. ടേബിൾ കഴിഞ്ഞ് കോമയോ 1 കഴിഞ്ഞ് ഡോട്ടോ ഒന്നുമില്ല. നിങ്ങളിനി അടിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ലൈനിൽ ഇറ്റാലിക്സിലായിട്ട് എഴുതിയിട്ടുണ്ട് ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. ഈ ടൈറ്റിലിനും ചില പ്രത്യേകതയുണ്ട്. ടൈറ്റിലിലെ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലാണ്. അപ്പോൾ ആൻഡിൻ്റെ അത് കണക്റ്റിംഗ് വേർഡാണ്. 5ൽ കുറവ് ലെറ്റർ എഴുതും. ബ്രാക്കറ്റിനുള്ളിലുള്ളതിനും ഇറ്റാലിക്സാണ്. ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാണ്. C വാല്യൂഷൻ ആയിരിക്കണം, അല്ലേ? മെത്തേഡ് ബൈ C വാല്യൂഷൻ ചെയ്യണം. ഉണ്ടോ? എന്തായാലും അതിലത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റലാണ്. ഇനി ഇതെല്ലാം കറക്റ്റ് ഈ കോളത്തിൻ്റെ മുകളിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഇയർ ഇതാണ്. ഫേസ് ടു ഫേസ് കോഴ്സ്, അതിൻ്റെ ഇത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ. ഓൺലൈൻ കോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാറില്ലേ, നമ്മുടെ കോളേജിലൊക്കെ പറയാറില്ല ഓഫ്ലൈൻ കോഴ്സ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് എന്നാണ്. ശരിക്കും പറയേണ്ടത് ഇങ്ങനെയാണ്, ഫേസ് ടു ഫേസ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും. അപ്പോൾ ഫേസ് ടു ഫേസ് ക്ലാസ്സിൻ്റെ ഇതും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇതുമാണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതുമാണ് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് ഇയർ 1, ഇയർ 2, 3 കൊല്ലം എന്തോ ഒരു സാധനത്തെക്കുറിച്ച്. അപ്പോൾ അതിനൊരു ഈ ടേബിളിൻ്റെ താഴെ ഒരു നോട്ടുണ്ട്, അതെന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത് നോട്ട്. അപ്പോൾ ഇങ്ങനെയും ഒരു ഭാഗം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പേപ്പർ ബേസ്ഡ് 4 എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇതിന് മുന്നേയുള്ള പാരഗ്രാഫിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ലൈൻസ് ഇല്ലാതെ തന്നെ ഇത് വളരെ ക്ലിയറാണ്, ഈ ടേബിൾ ഏതിനെയൊക്കെ സൂചിപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ ടേബിളിൻ്റെ നോട്ടിൻ്റെ കാര്യം മറക്കരുത്. നമുക്ക് നോട്ട്സ് കൊടുക്കേണ്ട ടേബിളാണെങ്കിൽ നോട്ട് കൊടുക്കുക തന്നെ വേണം. ഒരു ടേബിൾ, നമുക്ക് ധാരാളം ടേബിളുകളിൽ ചിലപ്പോൾ നമുക്ക് ഡെസിറ്റേഷനിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ടേബിളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൽ വിശദമാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തതൊരു ഗ്രാഫാണ്. ഗ്രാഫിനെ ഒരു ഫിഗർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഗ്രാഫ് മാത്രമല്ല, പലതരം ഫിഗറുകൾ വരെ. അപ്പോൾ അതുകൊണ്ട് ഫിഗർ എന്നാണ് വിളിക്കുന്നത്. ഫിഗറിൻ്റെ ഈ സ്റ്റൈലിൽ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ ടേബിൾ എഴുതി അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. F ക്യാപിറ്റൽ, അവിടെ കുത്തും കോമയൊന്നുമില്ല, സാധാരണ നമ്പർ. ഇനി ഈ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വ്യത്യാസമില്ല, അതേപോലെ എല്ലാ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ, നോ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ ടേബിളിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അതേ സ്റ്റൈലിൽ തന്നെ ഫിഗറിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ എപ്പോഴും മുകളിലാണ്. ഫിഗർ വന്നു കഴിഞ്ഞാൽ ഫിഗറിൻ്റെ മുകളിലാണ് ടൈറ്റിൽ. ടേബിൾ വന്നാലും ടേബിളിൻ്റെ മുകളിലാണ് ടൈറ്റിൽ. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ പലരുടെയും നോക്കിക്കഴിഞ്ഞാൽ ഫിഗറിൻ്റെ ടൈറ്റിൽ താഴെയാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്, പഴയ എഡിഷനിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7th എഡിഷൻ മുതൽ ഫിഗറിൻ്റെ ടൈറ്റിൽ ടോപ്പിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഫിഗർ അതിനൊരു ബോർഡറൊന്നുമില്ല, കണ്ടോ? ഈ ഫിഗറിൻ്റെ ഗ്രാഫിൻ്റെ ആക്സിസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ചിലരിതിനെ പിടിച്ച് വേറൊരു ബോക്സിൽ ഇങ്ങനെയാക്കും.
അങ്ങനെ ഒരു ബോക്സ് ഇടരുത് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ബോക്സ് ഇല്ലാതെ, ഇങ്ങനെ ഒരു ബോക്സ് ഇല്ലാതെ ഫിഗർ അതിൽ മാറ്ററിനോട് ഡിസോൾവ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 ആക്സിസിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിന് ഒരു നോട്ടുണ്ട്. ഈ ഫിഗർ എന്തിനെ കുറിക്കുന്നു എന്ന് പറയുന്ന ഒരു നോട്ട്. അപ്പോൾ ടൈറ്റിലും ഈ നോട്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടാവും, വ്യത്യാസവും ഉണ്ടാവും. ക്ലിയർ ആവും ചെയ്യുന്നു. അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടേബിളും ഫിഗറും കണ്ടു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് റെഫറൻസുകൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ മാറ്റർ നമ്മൾ ഇപ്പോൾ ഇതൊരു എന്താ പറയുക, നല്ലൊരു എക്സാമ്പിൾ ആർട്ടിക്കിൾ തന്നിട്ടുള്ളതാണ്. APAയിൽ തന്നെ തന്നിട്ടുള്ള, APAയുടെ 7th എഡിഷൻ ബുക്കിൽ തന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ സാമ്പിൾ പേജസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർ ആ ആർട്ടിക്കിൾ പോകുന്ന കൂട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഷോർട്ട് കൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഒരാൾ പറഞ്ഞ ഒരു വാചകം അതേപടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ കോട്ട് ചെയ്യും എന്നൊരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം, ഇവിടെ റെഡ്യൂസ് ഡിസ്ട്രെസ് ആൻഡ് അലോ ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫങ്ഷൻ മോർ ഇഫക്റ്റീവ്ലി എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലിട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഒരു കൊട്ടേഷനാണ്. അത് ചെറിയ ഒരു വാചകം 2 വാചകമൊക്കെ എടുത്താലേ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു പാരഗ്രാഫ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു ഭാഗം കാണുമ്പോൾ പറയാം. മിക്കവാറും ഈ ടോട്ടൽ മാറ്ററിന് കുറച്ചുള്ളിലേക്കാക്കി നിൽക്കുന്ന ഒരു രീതിയായിരിക്കും അവിടെ ഉപയോഗിക്കുക. ദെൻ ഇവിടെ ആളുടെ പേരുണ്ട്, കോമ, ഇയർ ഉണ്ട്, ഇവിടെ ഒരു കോമ, P.850. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. എന്താണ് ഈ P850? അത് പേജ് നമ്പർ 850ലാണ്, 850ാമത്തെ പേജിലാണ് ഈ ഒരു കോട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ. ഇപ്പോൾ ഈ ബുക്കിനെ കുറിച്ചുള്ള ഇത് ഏത് ബുക്കാന്നുള്ളത് റെഫറൻസിലുണ്ടാവും. ട്രാക്കൻബർഗിൻ്റെ ഈ ബുക്കിൻ്റെ പേര് ബാക്കിൽ റെഫറൻസിലുണ്ടാവും. അപ്പോൾ ആ റെഫറൻസിൽ ഏത് ബുക്കാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ 850ാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ. ദെൻ ഹോൾഡൻ ലണ്ട്, ഇവിടെ ഒരു ഹൈഫൺ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇത് ഒരാളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മളിവിടെ അശോക് സിംഗ് എന്ന് പറയുമ്പോൾ അശോക് സിംഗ് 2 പേരാണ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു പേര് ഹൈഫനിട്ട് വർത്തിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഇത് ഒന്നെങ്കിൽ ഫസ്റ്റ് നെയിമോ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമോ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. ദെൻ ഇവിടെ ഇത് ഇട്ട രീതിയിലല്ല ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ ഇയാളുടെ പേര് മൊത്തമായിട്ട് ബ്രാക്കറ്റിനുള്ളിലാണ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഹോൾഡൻ ലങ് എന്ന് പറയുന്ന ആൾ ബ്രാക്കറ്റിൻ്റെ പുറത്താണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യണം. ഹോൾഡൻ ലണ്ട് എക്സാമിൻ ഡിഫക്ട്സ് ഓഫ് എ ഗൈഡഡ് ഇമാജിനറി. അപ്പോൾ ഇയാൾ ഇത് എക്സാമിൻ ചെയ്തു എന്നാണ് പറയാവുന്നത്. ഇയാളുടെ പേര് ഇവിടെ സബ്ജക്റ്റാണ്, ഈ സെൻറ്റൻസ് സബ്ജക്റ്റാണ്. ഇയാളുടെ പേര് ഇവിടെ സെൻറ്റൻസിലില്ല, അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസിലായിട്ട് വരികയാണെങ്കിൽ, സെൻറ്റൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഈ ഇയർ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇയാളുടെ ഇതേ സ്റ്റഡി നമ്മൾ പിന്നെയും കോട്ട് ചെയ്യേണ്ടി വന്നാൽ പിന്നെ അവിടെ നമ്മൾ ഇയർ ഒഴിവാക്കണം. പിന്നെ ഇയർ ഒമിറ്റഡാണ്, പിന്നെ നമ്മൾ ഇയർ എഴുതിയിട്ടില്ല. അപ്പോൾ ഒരേ ആളുടെ സ്റ്റഡി നമുക്ക് തൊട്ട് താഴെയായിട്ട് റിപ്പീറ്റഡ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇയർ വേണമെന്നില്ല, ഇയർ ഒഴിവാക്കണം. ഇയർ വേണമെന്നില്ല എന്നല്ല, ഇയർ വേണ്ട. ഇനി ഇത് നോക്കാം, ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആളുടെ പേര് വന്നിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ള റെഫറൻസ് സൈറ്റേഷൻ കാണിക്കുന്ന രീതിയാണ്. ETAL എന്ന് എഴുതിയിട്ടുണ്ട്. ETAL, ET കഴിഞ്ഞ് കുത്തില്ല, AL കഴിഞ്ഞ് കുത്തുണ്ട്. ETAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ എന്താ വായിക്കുന്നത്, ഷെർവിറ്റ്സിൻ്റെ കൂടെ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു തന്നെ അർത്ഥം. അങ്ങനെ കുറച്ചധികം ആൾക്കാർ, 5ലധികം ആൾക്കാരുണ്ടെങ്കിലാണ് നമ്മൾ എറ്റാൾ എന്നുള്ള ഈ വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ റെഫറൻസ് എഴുതുന്ന സമയത്ത് എറ്റാൾ എന്നല്ല വയ്ക്കുക. ബാക്കിൽ റെഫറൻസ്, ഏറ്റവും ലാസ്റ്റ് റെഫറൻസ് എഴുതുമ്പോൾ ഇയാളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരുടെയും പേര് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കാണിക്കുമ്പോൾ എല്ലാ ആൾക്കാരുടെയും പേരിന് പകരമാണ് ആ ഒരു പർട്ടിക്കുലർ ലെറ്റർ ETAL കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ETAL
ETAL എന്ന് എഴുതുന്ന രീതി നോക്കുക, ETAL ഡോട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ETAL ഡോട്ട് കോമ വരാൻ കാരണം എന്താണ്? ഇത് ബ്രാക്കറ്റിനുള്ളിലാണ്, ഇത് കഴിഞ്ഞ് ഇയർ വരുന്നുണ്ടാണ് കോമ. അതിപ്പോൾ ഇവിടെ കോമ വന്നാൽ അതേ ഇഫക്റ്റ് തന്നെയാണ്, ഇവിടെ ഒരു കോമ വന്നല്ല. ഈ കോമ വന്ന ട്രാക്കൻബർഗിൻ്റെ പേര് കഴിഞ്ഞിട്ട് കോമ വന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കോമ വരുന്നത്. ഇവിടെ സൂം ചെയ്യാനുള്ള ടൂളുണ്ടോ? ഇല്ല, സൂം ചെയ്ത് കാണിക്കാൻ ടൂളില്ല. അവിടെയുണ്ട്. സൂം ആവുമെന്ന് നോക്കട്ടെ കേട്ടോ. സൂം ആവും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ടാക്കൻബർഗിൻ്റെ പേര് കഴിഞ്ഞ് ഇവിടെ ഒരു കോമയുണ്ട്. കോമ കഴിഞ്ഞിട്ടാണ് ഇയർ. എന്നുവെച്ചാൽ ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഒരു ഇവിടെ മൈനസ് പോയാ ഒരു മിനിറ്റ് ഒന്ന്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ളത് ഒരു വീഡിയോ ആക്കണോ? വേണ്ട. ശരി, അത്ര സുഖമില്ല ഈ മാഗ്നിഫയർ കൊണ്ടുവന്നിട്ട് സൂം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞു തന്നത് ETAL വരുന്ന കാര്യമാണ് പറഞ്ഞത്. ETAL എന്നുള്ള വാക്ക് വരുമ്പോഴും ഇതേപോലെ ബ്രാക്കറ്റിനുള്ളിലാണ് മാറ്റർ എങ്കിൽ അതിൻ്റെ കൂടെ ഇവിടെ ETALൻ്റെ കൂടെ നോക്കാം, ഇവിടെയായിട്ട് ഇപ്പോൾ കോമയുണ്ട്. പക്ഷേ ഇവിടെ കോമയില്ല, കാരണം ഇത് ബ്രാക്കറ്റിന് പുറത്തുള്ള സെൻറ്റൻസാണ്. ബോൾ എറ്റ് ആൾ, കോമയില്ല, 2003 ബ്രാക്കറ്റിനുള്ളിൽ. അതൊരു സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് എഴുതുമ്പോൾ ഇവിടെ കോമ വേണ്ട. ഇതിവിടെ ഒരു ബ്രാക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ കോമ വേണ്ട, ബ്രാക്കറ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ ഇവിടെ കോമ വേണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തേക്ക് പോകാം. ഇനി അഗൈൻ ലെവൽ 2 ഹെഡിങ്. ഇനി പറയണ്ടല്ലോ ലെവൽ 2 ഹെഡിങ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഒരുപാട് തവണ പറഞ്ഞു. ഇവിടെ ഒരു ജേക്കബ്സൺ കോമ ഇയർ കിടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. സെക്കൻഡറി സോഴ്സ് കാണിച്ചിട്ടുള്ള ജോസഫ് വാൽപേ. ഇതൊരു സംശയമുണ്ട് എനിക്ക്, ഇയാളുടെ പേര് ഇങ്ങനെ കൊടുക്കാവുന്നത്, കാരണം അവരുടെ ഇടയ്ക്ക് ഹൈഫണൊന്നുമില്ല, ജോസഫ് എന്ന് മാത്രം പോരെ എന്നുള്ള ഒരു സംശയമുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. അതിന് മറ്റൊരു കാരണമുണ്ട്. കാരണം ജോസഫ് വാൽപേ എന്ന് പറയുന്ന റെഫറൻസ് ഈ മാറ്റർ എഴുതിയ ആൾ നേരിട്ട് കണ്ടിട്ടില്ല. ജോസഫ് വാൽപേ 1960 എഴുതിയ ഈ മാറ്റർ ഈ എഴുതിയ ആൾ നേരിട്ട് കണ്ടിട്ടില്ല. അതിന് പകരം അയാൾ കണ്ടത് പറ്റേഴ്സൺ 2011 എഴുതിയ ഏതൊരു പുസ്തകത്തിനുള്ളിൽ ജോസഫ് വാൽപേനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോസഫ് വാൽപേ പറഞ്ഞ വാചകമാണ് ഈ എഴുതിയത്. അങ്ങനെ ഒരു വാചകം എഴുതി കഴിയുമ്പോൾ ജോസഫ് വാൽപേ 1960 പറഞ്ഞത് പറ്റേഴ്സൺ പറഞ്ഞതിൽ നിന്ന് ഞാൻ എടുത്തു എന്നാണ് ഇതിനർത്ഥം. അതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് സൈറ്റേഷൻ എന്ന് പറയും. പക്ഷേ നമ്മുടെ റെഫറൻസിൽ, നമ്മുടെ ബാക്കിലെ റെഫറൻസിൽ ജോസഫ് വാൽപേനെ നമ്മൾ റെഫർ ചെയ്യണം, പറ്റേഴ്സിനെ റെഫർ ചെയ്യണം. ഓക്കെ, ഇനി ഇത് വേറൊരു രീതി, നരേറ്റീവ് സൈറ്റേഷൻ്റെ വേറൊരു രീതി. ഇവിടെ ബ്രാക്കറ്റൊന്നും കാണുന്നില്ലേ. 1973 ബെർണസ്റ്റീനും ബോർക്കവും ക്രിയേറ്റഡ് എ മാനുവൽ ഫോർ ഹെൽപ്പിംഗ്. അപ്പോൾ ഇവർ രണ്ടുപേരും 1973 ചെയ്തു എന്നുള്ളത് ഒരു സെൻറ്റൻസായിട്ട് ഒരു റണ്ണിങ് വാചകമായിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ്. ഇതും ഒരു സൈറ്റേഷനാണ്. പക്ഷെ ഇങ്ങനെ സൈറ്റേഷൻ കൊടുക്കുമ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള ഈ ആൻഡ് സിമ്പൽ ഉപയോഗിക്കരുത്. നമ്മൾ നേരത്തെ ഇങ്ങനെ രണ്ടുപേരും വന്നതിന് ഇടയ്ക്കിടയ്ക്ക് സിമ്പൽ ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ സിമ്പൽ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ ആൻഡ് എന്ന് തന്നെ കൊടുക്കണം. വേറെ ഫ്രീ ബേർഡ് മെഡിറ്റേഷൻസ്, ഇതാണ് വേറെ കാര്യം. ഇവിടെ ഓർഡറില്ല.
ഈ വാചകം എടുത്ത അത് എവിടെ നിന്നാണോ അതിന് ഓർഡറില്ല. അത് ഫ്രീ ബേർഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏതോ സൈറ്റിൽ നിന്നോ മറ്റോ എടുത്തതാണ്. അതിന് കൊടുക്കുന്ന റെഫറൻസിൻ്റെ രീതി നോക്കുക. 2012 ഫോർ മോർ സൈറ്റേഷൻസ് എങ്ങനെ കൊടുക്കണമെന്ന് 8.11 പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സിറ്റുവേഷനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം അത് പറയാൻ. ഇതിലിതാ ഇവിടെ ആൻഡ് കൊടുത്തിരിക്കുന്നിടത്ത് ബ്രാക്കറ്റിനുള്ളിലായതുകൊണ്ടാണ് ആൻഡ് വന്നിട്ടുള്ളത്. മാക്കല്ലി എന്നുള്ള പേര് വരുമ്പോൾ നമ്മളത് ഒറ്റ വാക്കായിട്ടാണ് എഴുതാറുള്ളത്, ETA. ഇനി ഇവിടെ എന്താണുള്ളത്? റൗസച്ച് എറ്റാൾ, കുത്ത, ഒരു ഡോട്ട് മാത്രമേ. ഓക്കെ, ഇവിടെ ഒരു അബ്രിവേഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു അബ്രിവേഷനാണ്. അപ്പോൾ സമയത്തിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അബ്രിവേഷൻ ഉണ്ട്. അതിൽ മിനിറ്റിൻ്റെ അബ്രിവേഷൻ ഇങ്ങനെ കൊടുക്കാം, അവറിൻ്റെ അബ്രിവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് അബ്രിവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് APയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം അബ്രിവേഷൻ എങ്ങനെ കൊടുക്കുന്നുള്ളത് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ കൊട്ടേഷന് പകരം കുറേയധികം കാര്യങ്ങൾ കൊട്ടേഷനായിട്ട് ഒരു ബ്ലോക്ക് കൊട്ടേഷൻ വന്നാൽ ഒരു വലിയ പാരഗ്രാഫ് തന്നെ കൊട്ടേഷനായിട്ട് എഴുതേണ്ടി വന്നാൽ റുഷത്ത് എറ്റാൾ 2006 കൺക്ലൂഡഡ് ദ ഫോളോയിങ്. അപ്പോൾ ഇയാൾ പറഞ്ഞ അതേ വാചകം നമ്മൾ എടുത്ത് എഴുതിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് അത്രയും പാരഗ്രാഫ് ഒരു 0.5 ഇഞ്ച് ഇൻഡൻറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻഡൻറ്റ് ചെയ്തിട്ട് വേണം ഈ ബൾക്ക് കൊട്ടേഷൻ ആഡ് ചെയ്യാൻ. സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ഇടുകയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ എന്താണ് പറയാനുള്ളത്? നരേറ്റീവ് സൈറ്റേഷൻ വേറൊരു എക്സാമ്പിൾ, കോഹൻ ആൻഡ് ഫ്രീഡ് 2007 എക്സാമിൻ. അപ്പോൾ ഇവിടെയും ആൻഡ് സെൻറ്റൻസിൻ്റെ ഉള്ളിലാണ് വന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൻഡ് എന്നുള്ളത് സിമ്പിളല്ല, അതിന് പകരം ആൻഡ് എന്ന് എഴുതിയിരിക്കുകയാണ്.